blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും ലോകം എമ്പാടും ഈ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചേർന്ന് ഈ സമയത്ത് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്തതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, വടുതല എന്നുള്ള ജസ്റ്റിൻ പി തമ്പിക്കും ജെനിഫർ ജസ്റ്റിനുമായി പ്രാർത്ഥിക്കുന്നു. ജെനിഫറുടെ ബർത്ത്ഡേ നാളെയാണല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഇൻ അഡ്വാൻസ് ജെനിഫർ. കർത്താവെ, ഞങ്ങൾ ചേർന്ന് ജെനിഫറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജന്മദിന നന്മകളാലും നിറയ്ക്കണമേ, സകല അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, കുടുംബത്തിൽ വായ്പ കൊടുത്ത പണം എത്രയും വേഗം തിരികെ ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ. എല്ലാ സാമ്പത്തികമായ ബാധ്യതകളിൽ നിന്ന് ഒരു വലിയ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ ജെറമായയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാർട്ടിൻ്റെ ആ ഹോൾ അടഞ്ഞു പോകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു സ്വന്തം ഭവനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, നീ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. He protects his sheep, his flock, to such a point where he would give his own life. ആ തൻ്റെ ജീവനെ പണയം വെച്ചിട്ട് പോലും തൻ്റെ ആടുകളെ സംരക്ഷിക്കുന്ന നിലയിൽ ആടുകളെ കരുതുന്നവനായ ഒരു ആളാണ് നല്ല ഇടയൻ. Thank you, Jesus. എത്ര പേർ കൈകൾ ഉയർത്തി നന്ദി യേശുവേ എന്ന് പറയും? Hallelujah. Hallelujah. How many of you can receive Jesus as a good shepherd into your life? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല ഇടയനായി യേശുവിനെ സ്വീകരിക്കുവാൻ എത്ര പേർക്ക് ഇന്ന് കഴിയും? Psalm 23 verse number 1 says, "The Lord is my shepherd, I shall not want." സങ്കീർത്തനം 23:1 പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. If you have not done this before, do it today. Receive Jesus as your good shepherd. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യുക. യേശുവിനെ ഒരു നല്ല ഇടയനായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുക. Hallelujah. Hallelujah. What will be the result? അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? David says, "I shall not want." That means I will have all the daily supply. ദാവീദ് ഇവിടെ പറയുകയാണ്, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. അതിന്റെ അർത്ഥം ഇതാണ്, എനിക്ക് ആവശ്യമായതെല്ലാം എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും. Hallelujah. Hallelujah. That is the heart of a good shepherd. അതാണ് ഒരു നല്ല ഇടയന്റെ ഹൃദയം. Psalm 55 verse number 22. സങ്കീർത്തനം 55:22 വാക്യം. The Bible says, "Cast your cares on the Lord, and he will sustain you. He will never let the righteous be shaken." നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവിടുന്ന് നിന്നെ പുലർത്തും. നീതിമാൻ വീണുപോകുവാൻ അവിടുന്ന് ഇടവരുത്തുകയില്ല. One more time. Listen to this. നിന്റെ ഭാരം യഹോവയുടെ മേൽ ദൈവത്തിന്റെ മേൽ ഇട്ടുകൊള്ളുക, അവിടുന്ന് നിന്നെ പുലർത്തും. അവിടുന്ന് നിന്നെ പുലർത്തും. നീതിമാൻ വീണുപോകുവാൻ അവിടുന്ന് ഇടവരുത്തുകയില്ല. As you are sitting here, you have a lot of burdens in your life. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഭാരവും വഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. Sometimes we say, "Lord, I cannot bear this burden anymore." ചില സമയത്ത് നിങ്ങൾ പറയാറുണ്ട്, ദൈവമേ, ഈ ഭാരം ഇനി എനിക്ക് ചുമക്കുവാൻ കഴിയുകയില്ല. The Bible is commanding us, don't bear your burdens. There is a burden carrier. ബൈബിൾ നമ്മളോട് പറയുന്ന ഒരു കാര്യം, നമ്മളോട് കൽപ്പിക്കുന്ന ഒരു കാര്യം, ഒരിക്കലും നിങ്ങളുടെ ഭാരം നിങ്ങൾ തന്നെ ചുമന്നുകൊണ്ടിരിക്കരുത്. ഒരു ഭാരം വഹിക്കുവാൻ വേണ്ടി ഭാരം വഹിക്കുന്നതായിട്ട് ഒരാളുണ്ട്. Hallelujah. Hallelujah. Just hand over all the burdens to the burden carrier. നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ഭാരം മുഴുവൻ ഈ ഭാരം വഹിക്കുന്ന വ്യക്തിയിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. That is what Jesus declared to the whole world in Matthew chapter 11 verse number 28. അതാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് വിളിച്ചു പറഞ്ഞത്. Come to me all the burden bearers, burden carriers, I will give you rest. I will take all your burdens and I will relieve you of
all these burdens. അവിടെ യേശു കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ള എല്ലാവരുമേ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങൾക്ക് ആശ്വാസത്തെ നൽകുമെന്നാണ്. Hallelujah. ഹല്ലേലൂയ. And you will be burden free. നിങ്ങളുടെ ജീവിതത്തിൽ ഭാരമില്ലാതെ നിങ്ങൾ ജീവിക്കാൻ പോവുകയാണ്. Say hallelujah. എത്ര പേർ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയും? Jesus says you don't need to carry the burdens. എന്നാൽ യേശു കർത്താവ് പറയാം, നിങ്ങൾ ആ ഭാരം വഹിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. I have powerful shoulders and mighty hands to carry your burdens. എനിക്ക് നിങ്ങളുടെ ഭാരം ചുമക്കുവാൻ കഴിയുന്ന അത്ര ശക്തിയുള്ള ചുമലുകളും ശക്തിയുള്ള കരങ്ങളുമുണ്ട്. You are not designed to carry the burdens like that. നിങ്ങളുടെ ഭാരം ചുമക്കുവാൻ വേണ്ടി അല്ല ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. I will carry all your burdens. നിങ്ങളുടെ ഭാരം മുഴുവൻ ഞാൻ വഹിക്കാൻ I will not പോവുകയാണ്. only carry your burdens, I will carry you also. നിങ്ങളുടെ ഭാരം മാത്രമല്ല ഞാൻ വഹിക്കാൻ പോകുന്നത്, നിങ്ങളെ തന്നെ ഞാൻ എൻ്റെ കൈകളിൽ വഹിക്കാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. You can stand on my palm and I will carry you everywhere. നിങ്ങൾക്ക് എൻ്റെ കൈകളിൽ നിൽക്കാൻ കഴിയുന്നതാണ്, ഞാൻ നിങ്ങളെ വഹിച്ചുകൊണ്ട് പോകാൻ പോവുകയാണ്. Please say hallelujah. എത്ര പേർ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയും? Let us clap for Jesus. കൈകൾ അടിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന യേശുവിന് നന്ദി പറയാൻ തുടങ്ങിയാലും. There are millions of widows living in this world. ഈ ലോകത്ത് ലക്ഷക്കണക്കിന് വിധവമാർ ജീവിക്കുന്നുണ്ട്. Their husbands are no more. അവരുടെ ഭർത്താക്കന്മാർ ജീവിച്ചിരിപ്പില്ല. When the husbands are there, that's a great shelter and help. അവരുടെ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അത് അവർക്ക് വലിയൊരു സംരക്ഷണമാണ്, ഒരു Safety സഹായമാണ്. and security feeling. അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. But when the husband is gone, അവരുടെ ഭർത്താവ് മരിച്ചു പോകുമ്പോൾ there is an empty space there. അവിടെ ഒരു ഒഴിവ് സ്ഥലം An വരികയാണ്. insecurity feeling comes. അവർ സുരക്ഷിതമില്ലാത്ത ഒരു അവസ്ഥ വരികയാണ്. Vacuum is coming into this family. അവരുടെ ജീവിതത്തിലേക്ക് ഒരു ശൂന്യത കടന്നു വരികയാണ്. God says, എന്നാൽ ദൈവം പറയുകയാണ്, all the widows in this world, ഈ ലോകത്തിലെ എല്ലാ വിധവമാർക്കും, to all the widows in this world, God says, ഈ ലോകത്തിലുള്ള എല്ലാ വിധവമാരോടും ദൈവം പറയുകയാണ്, I am the defender of all widows. ഞാൻ എല്ലാ വിധവമാരുടെയും പരിപാലകനാകുന്നു. That is what we read in Psalm 68 and verse number 5. അതാണ് നമ്മൾ സങ്കീർത്തനം 68:5 പറയുന്നത്. God is a father to the fatherless and a defender of the widows. ദൈവം അനാഥർക്ക് പിതാവും വിധവമാർക്ക് സംരക്ഷകനുമാകുന്നു. Hallelujah. ഹല്ലേലൂയ. In the Old Testament we see miraculously God providing for the widows. നമ്മൾ പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ ദൈവം അത്ഭുതകരമായി വിധവമാർക്ക് വേണ്ടി ദൈവം കരുതുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. In 2 Kings we read about a widow who was in great debts. അവിടെ 2 രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ ഒരു വലിയ കടത്തിലകപ്പെട്ട ഒരു വിധവയെ പറ്റി നമുക്ക് കാണുവാൻ കഴിയും. But in a supernatural way God provided everything that she needed in her life. എന്നാൽ ദൈവികത്തിന്റെ അത്ഭുതത്താൽ അവിടെ ദൈവം ആ വിധവയ്ക്ക് വേണ്ടി അവർക്ക് ആവശ്യമുള്ളതുപോലെ ദൈവം നൽകുകയാണ്. They say hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? If there is anyone fatherless sitting here, ഇവിടെ ആരെങ്കിലും പിതാവില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ God becomes your heavenly father. ദൈവം നിന്റെ സ്വർഗീയ പിതാവായി മാറാൻ പോവുകയാണ്. All the supply will be coming not from the earthly father but from the heavenly father. ഈ ലോകത്തിലെ പിതാവിൽ നിന്നായിരിക്കില്ല നിനക്ക് ആവശ്യമായത് വരുന്നത്, സ്വർഗത്തിലെ പിതാവിൽ നിന്ന് നേരിട്ട് നിന്റെ ആവശ്യങ്ങൾ അത് ദൈവം നൽകാൻ പോവുകയാണ്. Who is better, your earthly father or heavenly father? ഈ ലോകത്തിലെ നിന്റെ പിതാവാണോ അതോ സ്വർഗത്തിലെ പിതാവാണോ ഏറ്റവും നല്ലത്? Who is stronger, your earthly father or heavenly father? നിന്റെ ഭൂമിയിലുള്ള പിതാവാണോ അതോ സ്വർഗത്തിലെ പിതാവാണോ ശക്തിയുള്ളവൻ? Who is richer, your earthly father or your heavenly father? നിന്റെ ഈ ലോകത്തിലെ പിതാവാണോ സ്വർഗത്തിലെ പിതാവാണോ ഏറ്റവും സമ്പത്തുള്ളവൻ? Hallelujah. ഹല്ലേലൂയ. In a better way, God says, I will lead you in this life because I am filling the gap, the empty space where your father was. നിന്റെ ഈ ലോകത്ത് നിനക്ക് നിന്റെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിൽ പിതാവില്ലാത്ത ആ ശൂന്യതയിൽ ഞാൻ വന്ന് നിറയാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. Some of you sitting here, you are complaining that you have no good friends. ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ നിങ്ങളുടെ ഒരു പരാതി ഇതാണ്, എനിക്ക് നല്ല സുഹൃത്തുക്കളില്ല. Can I give you a very good friend? ഞാൻ നിങ്ങൾക്കൊരു നല്ല സുഹൃത്തിനെ നൽകട്ടെ. This God, after creating Adam, he himself took the hand of Adam and started walking as a friend.
ഈ ദൈവം ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ആ ദൈവം തന്നെ ആദാമിൻ്റെ കൈകളിൽ പിടിച്ച് അന്ന് ആദാമിനോടൊപ്പം നടക്കുമായിരുന്നു. There was a young boy and his name was David. ഒരു ബാലകന ഉണ്ടായിരുന്നു, അവൻ്റെ പേര് ദാവീദ് He എന്നായിരുന്നു. was the youngest in the family. There were 8 children. അവിടെ ആ കുടുംബത്തിലെ 8 മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു അവൻ. Skinny, thinny young boy. വളരെ മെലിഞ്ഞ, പൊക്കം കുറഞ്ഞ, വണ്ണം കുറഞ്ഞൊരു വ്യക്തി. The elder ones were so fat, gymnastic. അവിടെ മുതിർന്ന അവിടെ കുടുംബത്തിലുള്ള എല്ലാവരും നല്ല വണ്ണമുള്ള, ജിംനേഷ്യത്തിലൊക്കെ പോകുന്ന നല്ല മസിലൊക്കെ ഉള്ള ആളുകളാണ്. They were in military. അവർ പട്ടാളത്തിലുള്ളവരായിരുന്നു. So they had well-built bodies. അതുകൊണ്ട് അവർക്ക് നല്ല നല്ല ശരീരമുണ്ടായിരുന്നു. The youngest one was a rejected one in the family. എന്നാൽ ആ ഇളയവൻ ആ കുടുംബത്തിൽ ഏറ്റവും തഴയപ്പെട്ട ഒരു വ്യക്തി. He had no say, he had no voice in the family. അവൻ ആ കുടുംബത്തിൽ ഒരു നല്ല ഒരു ശബ്ദമില്ല, അവനെ ആരും പരിഗണിക്കുന്നില്ല. No friends, അവന് സുഹൃത്തുക്കളില്ല, nobody. ആരുമില്ല. So in his lonely time season, he started becoming friends with God. അവൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ അവൻ ദൈവത്തെ തൻ്റെ സുഹൃത്തായി കാണുവാൻ തുടങ്ങി. And in the meadows, in the forest, in the wilderness, he would sit and talk to God. അവൻ പുൽപ്പുറങ്ങളിലൂടെ കാടുകളിലൂടെ അവൻ നടക്കുമ്പോൾ അവൻ പല സ്ഥലങ്ങളിലും ഇരുന്ന് ദൈവത്തോട് സംസാരിക്കുമായിരുന്നു. Alone. അവൻ ഒറ്റയ്ക്ക്. No fellowship, but he was talking to God on a one-on-one basis. മനുഷ്യരുമായി അവന് യാതൊരുവിധ സമ്പർക്കവും ഇല്ലായിരുന്നു, പക്ഷേ അവൻ ദൈവവുമായി നേരിട്ട് വ്യക്തിപരമായി അവന് സംസാരിക്കുമായിരുന്നു. The Holy Spirit says there are some people sitting here like that. പരിശുദ്ധാത്മാവ് പറയുന്നു അതുപോലെയുള്ള ചില വ്യക്തികൾ ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട്. There are people who are smiling at you but no heart for you. ഒത്തിരി ആളുകൾ നിങ്ങളെ നോക്കി ചിരിക്കാറുണ്ട്, പക്ഷേ അവർക്ക് നിങ്ങളോട് ഹൃദയപരമായ ഒരു ബന്ധവുമില്ല. There is no one to really help you. ആരും നിങ്ങളെ യഥാർത്ഥത്തിൽ സഹായിക്കുവാൻ ആരും തന്നെയില്ല. But in your lonely moments, if you talk to God and tell him, Lord, you're my only friend. നിങ്ങളുടെ ഏകാന്ത നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമോ? ദൈവമേ, അങ്ങാണ് എൻ്റെ ഏക സുഹൃത്ത്. If you do that, നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ what happened to David will happen to you. ദാവീദിന് എന്ത് സംഭവിച്ചോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. What happened to David? എന്താണ് ദാവീദിന് സംഭവിച്ചത്? Many years he was left alone. ഒത്തിരി വർഷം അവൻ ഒറ്റപ്പെട്ട ജീവിതം നയിച്ചു. And in those days he would sing to the Lord. ആ സമയങ്ങളിൽ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് പാട്ടുകൾ He wrote a lot of songs and poetry for the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ പാടുന്നതിന് വേണ്ടി ഒത്തിരി സംഗീതങ്ങൾ, ഒത്തിരി പാട്ടുകൾ അവൻ രചിച്ചു. He wrote a lot of love song to God. ദൈവത്തിന്റെ സന്നിധിയിൽ ഒത്തിരി സ്നേഹഗീതങ്ങൾ അവൻ രചിച്ചു. That song book is printed in the Bible. ആ പാട്ടുപുസ്തകം ബൈബിളിന്റെ അകത്ത് എഴുതി വെച്ചു. That song book is called Psalms. ആ പാട്ടുപുസ്തകത്തിന്റെ പേരാണ് സങ്കീർത്തനങ്ങൾ. That is in the middle of the Bible. അത് ബൈബിളിന്റെ നടുഭാഗത്ത് നമുക്ക് കാണാൻ You കഴിയും. know what happened? എന്ത് സംഭവിച്ചെന്നറിയാമോ? God said, because he has honored me, I'm going to honor him. ദൈവം പറയുകയാണ്, അവൻ എന്നെ മാനിച്ചതുകൊണ്ട്, അവൻ എന്നെ മാനിച്ചതുകൊണ്ട് ഞാൻ അവനെ മാനിക്കാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. There was a function in his family. അവിടെ അവന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. A great man of God named Prophet Samuel came. അവിടെ ആ പരിപാടിയിൽ വലിയ ഒരു പ്രവാചകനായ ശമൂവേൽ പ്രവാചകൻ എത്തിച്ചേർന്നു. The greatest man who lived in that era on earth, the greatest anointed man of God. അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ ഏറ്റവും ശക്തനായ ഒരു ശുശ്രൂഷകനായിരുന്നു. They came to this family അദ്ദേഹം ഈ കുടുംബത്തിലേക്ക് വന്നു to anoint a boy from the 8 children as a king of Israel. ഈ കുടുംബത്തിലെ 8 മക്കളിൽ ഒരു ആൺകുട്ടിയെ ആ രാജ്യത്തിന്റെ രാജാവായി വാഴിക്കുന്നതിന് വേണ്ടി. The eldest one came. God said, I have rejected him. ഏറ്റവും മൂത്ത വ്യക്തി വന്നു. ദൈവം പറഞ്ഞു, ഞാൻ ഇവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. Second one came. God said, no, I have rejected. This is not the boy. രണ്ടാമത്തെ ആള് വന്നു. ആ ദൈവം പറഞ്ഞു, ഞാൻ ഇവനെ തള്ളിക്കളഞ്ഞു, ഇവനല്ല ആ വ്യക്തി. The next one came. God said, no, he is not the one. അടുത്ത ആള് വന്നു. ദൈവം പറഞ്ഞു, ഇവനെയല്ല ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. First 7 in the row came. God said, no.
ആദ്യത്തെ 7 പേര് വന്നു. ദൈവം പറഞ്ഞു, ഇവരാരെയുമല്ല ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. Then the guest speaker asked the father, Jesse, do you have any more children? അവിടെ വന്ന അതിഥി ശുശ്രൂഷകൻ ചുമ്മാ ചോദിക്കുന്നതിന്, ഇനി നിനക്ക് മക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? Then he said, we have one, but he's not here. എനിക്കൊരു മകനുണ്ട്, പക്ഷെ അവൻ ഇവിടെ ഇല്ല. He's somewhere tending the sheep. അവൻ എവിടെയൊക്കെയോ ആടുകളെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. Call him, the prophet said. അവനെ വിളിക്കുക എന്ന പ്രവാചകൻ പറഞ്ഞു. Last one, the least one. ഏറ്റവും അവസാനത്തെ ഏറ്റവും കുറഞ്ഞ വ്യക്തിയായിരുന്നു. He took the anointing oil, and prophet Samuel anointed the rejected boy as the king of the nation. അവിടെ ആ ശമൂവേൽ പ്രവാചകൻ അഭിഷേക തൈലം എടുത്തുകൊണ്ട് അന്ന് ആ തള്ളപ്പെട്ട ആ ബാലകനെ ഇസ്രായേലിന്റെ രാജാവായി അവിടെ അഭിഷേകം ചെയ്ത് വാഴിക്കുകയാണ്. If you are rejected by people, God wants to accept you. ആളുകളാൽ, മനുഷ്യരാൽ നീ തള്ളപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ സ്വീകരിക്കുകയാണ്. You have no friends, God himself is your friend. നിനക്ക് യാതൊരു സുഹൃത്തുക്കളും ഇല്ലെങ്കിലും ദൈവം നിന്റെ സുഹൃത്തായി മാറുകയാണ്. Brother Damien ministering in USA. Festival of Blessings, Houston. July 15th, Friday, 7 p.m. July 16th, Saturday, 7 p.m. July 17th, Sunday, 10:30 a.m. International Bible Church, 12955 Stafford Road, Stafford, Texas, 77477, USA. New York Blessing Festival, July 23rd, Saturday, 6 p.m. Tyson Center, 26 North Tyson Avenue, Floral Park, New York, 11001. സഹോദരിയുടെ പേര് ആലീസ്. സഹോദരി ഇവിടുത്തെ തന്നെ സ്വദേശിയാണ്. ഏകദേശം 17 വർഷങ്ങൾക്ക് മുൻപ് ഈ സഹോദരി ഇങ്ങനെ മണ്ണ് ചുമക്കുന്ന അതുപോലത്തെ ജോലികൾക്ക് താൻ പോകുമായിരുന്നു. ഒരു ദിവസം താനിങ്ങനെ ഒരു വീടിൻ്റെ മണ്ണ് കുറേ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചുമന്ന് താൻ ഇട്ട് ഏകദേശം വൈകുന്നേരമായി തീരുന്നതിന് കുറച്ച് നേരം മുമ്പ് ഈ സഹോദരി മണ്ണ് ചുമന്ന് പോന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുറകിൽ നിന്ന് ഒരു വലിയൊരു തേക്ക് മരം ഈ സഹോദരിയുടെ മേലേക്ക് മറിഞ്ഞു വീണു. ജോലിക്കിടയിൽ തേക്ക് മരം വലിയൊരു മരം നേരെ വന്ന് തലയിലടിച്ചു. തൻ്റെ ബോധം പോയി. താൻ ഉടനെ തന്നെ താഴെ വീണു. തനിക്ക് പിന്നീട് നടന്നെന്ന് അറിയില്ല. പക്ഷേ നാട്ടുകാർ തന്നെ വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഏകദേശം 6 മാസത്തോളം ഈ സഹോദരി കിടന്ന കിടപ്പിൽ തന്നെ ആയിരുന്നു. അതായത് തൻ്റെ തലയ്ക്ക് കാര്യമായ ക്ഷതമേറ്റു. ഈ ഒരു ഇടത്ത് ഭാഗത്തായിട്ടാണ് ഈ മരം പുറകിൽ നിന്ന് വന്ന് അടിച്ചതുകൊണ്ട് ഈ ഷോൾഡർ പൂർണ്ണമായിട്ടും ഭയങ്കരമായിട്ട് ഇടിഞ്ഞ് താഴേക്കായിപ്പോയി, താഴേക്ക് തൂങ്ങി. ഓക്കെ, അങ്ങനെയായിരുന്നു താൻ നടന്നത്. പിടിച്ചു, ഈ ഷോൾഡറിൽ ഇടിച്ചു. അങ്ങനെയാണ് വീണത്. അതുകൊണ്ട് തന്നെ ഈ സഹോദരിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഈ സഹോദരി ജന്മന ഇടത്ത് കൈകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു ആളായിരുന്നു. ഇടത്തെ കൈ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും. അതിനാണ് തനിക്ക് ശക്തി കൂടുതലുള്ള കൈ. ആ കൈക്ക് തന്നെയാണ് ഇതുപോലെ സംഭവിച്ചത്. താൻ അതിനുശേഷം തനിക്ക് ഏകദേശം 1 വർഷത്തോളമൊക്കെ ആയപ്പം പതുക്കെ എഴുന്നേറ്റ് നടക്കാനും ചെറിയ രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിലും തൻ്റെ ഈ ഇടത്ത് കൈക്ക് സ്വാധീനം വളരെ കുറവായിരുന്നു. അതായത് അല്പം പോലും ഭാരമുള്ള കാര്യങ്ങൾ ഈ കൈ കൊണ്ട് തനിക്ക് എടുക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഭാരമുള്ള കാര്യങ്ങൾ താൻ എടുക്കാനായിട്ട് ശ്രമിച്ചാൽ തൻ്റെ ആ ഒരു ഭാഗം മുഴുവൻ നീര് വന്ന് വീർക്കുകയും പിന്നെ കുറേ അധികം ദിവസത്തേക്ക് തനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ 16 വർഷത്തോളം താൻ ഈ ഒരു പ്രശ്നത്തിൽ വേദന അനുഭവിച്ചിരുന്നു. ഈ 16 വർഷത്തിനിടയിൽ താൻ ഒത്തിരി ആയുർവേദ മരുന്നുകളും ഇങ്ങനെ അതൊക്കെ താനിങ്ങനെ ട്രൈ ചെയ്തു. നിരന്തരമായി താൻ കഴിച്ചു പോകുന്നു. എന്നാലും ഈ ഒരു ഷോൾഡർ ഇടിഞ്ഞു തന്നെയായിരുന്നു ഈ 16 വർഷവും ഇരുന്നത്. വളരെ പ്രകടമായി മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്ന രീതിയിൽ തന്നെ ഷോൾഡർ ഇടിഞ്ഞ് തൂങ്ങിയ നിലയിലായിരുന്നു ഇത്രയും വർഷം ഈ സഹോദരി ജീവിച്ചിരുന്നത്. സഹോദരി പറയുന്നത് കഴിഞ്ഞ
നിലമ്പൂർ നടന്ന ഈ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ സഹോദരി ഇവിടെ വന്ന് പങ്കെടുത്തു. മുമ്പിലത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുമ്പിലത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഇതേ ഹോളിൽ തന്നെ. ഇതുപോലെ അല്പനിമിഷം മുമ്പ് ഡാമിയൻ ബ്രദർ ആരാധന നയിച്ചതുപോലെ തന്നെ ആദ്യ സമയം ബ്രദർ ആരാധന നയിച്ച സമയത്ത് തന്നെ ഈ സഹോദരി പറയുന്നത് തനിക്ക് കടുത്ത രീതിയിൽ തൻ്റെ കൈകൾക്ക് വേദന ആരംഭിച്ചു. ഈ വേദന ഈ ഒരു വശത്ത് നിന്ന് ഇത് ആരംഭിച്ചിട്ട് കൈയുടെ താഴേക്ക് അത് ഇറങ്ങി തനിക്ക് ഭയങ്കര ഈ കഠിനമായ വേദനിക്കുന്നത് പോലെ തോന്നി. തനിക്ക് കൈകളൊന്നും കൂട്ടിയടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായൊരു ബുദ്ധിമുട്ട് പോലെ തനിക്ക് തോന്നി. എന്നാൽ ആ പാട്ടും ആരാധനയും എല്ലാം കഴിഞ്ഞതോടുകൂടി തൻ്റെ ആ വേദന ശമിച്ചു. താൻ തിരികെ വീട്ടിൽ ചെന്ന് താൻ തൻ്റെ ഇവിടുന്ന് നെട്ടുകൊണ്ടുപോയ വസ്ത്രം മാറിയ സമയത്താണ് താൻ ഒരു അത്ഭുതം ശ്രദ്ധിച്ചത്. തൻ്റെ ഷോൾഡർ മറ്റേ ഷോൾഡർ പോലെ നേരെ ആയിരിക്കുന്നു. My God. വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു മിറക്കിളാണ് നടന്നത്. ആ ഷോൾഡർ ഇടിഞ്ഞു തൂങ്ങിക്കിടന്നത് കിടന്ന ഷോൾഡർ ഞാൻ ഡ്രസ്സ് മാറി കഴിഞ്ഞ് വെറുതെ ഞാൻ കണ്ണാടിയിലേക്ക് ഇങ്ങനെ എന്തോ ദൈവം തോന്നിച്ച് നോക്കിയപ്പോൾ ഞാൻ നേരെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെയും തപ്പി നോക്കി, ഒരുപാട് ടെസ്റ്റുകൾ ചെയ്ത് നോക്കി ഇത് നേരെയാണോന്നറിയാൻ. പിറ്റേ ദിവസമാണ് ഞാൻ എൻ്റെ ഭർത്താവിനോടും മകനോടും എന്നെ വിളിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരിത് ശ്രദ്ധിച്ചില്ല. എൻ്റെ തോള് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, ഞാൻ നേരെ നിന്ന് കാണിച്ചപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത്. താൻ പറയുന്നത് താൻ ഇടത്ത് കൈ കൊണ്ടായിരുന്നു ജന്മന ജോലികളൊക്കെ ചെയ്യുകയും കഠിനമായ പണികളൊക്കെ ചെയ്യുമായിരുന്നേ. ഞാനിപ്പോൾ പറയും തൻ്റെ ആ കൈക്ക് ശക്തി തിരികെ വന്നു. ഇപ്പോൾ രണ്ട് കൈയും ഒരുപോലെ മാറി മാറി ജോലി ചെയ്താലും യാതൊരു പ്രശ്നവുമില്ല, വേദനയില്ല. ആ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിന് ശേഷം തനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എത്ര ഭാരമുള്ള കാര്യം എടുത്താലും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല, പരിപൂർണ്ണ സൗഖ്യമാക്കി എന്നാണ് താൻ സാക്ഷ്യപ്പെടുത്തുന്നത്. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? 50 കിലോ വരെ ഞാൻ എടുത്തു നോക്കി. 50 കിലോ വെയിറ്റ് വരെ പൊക്കി നോക്കി രണ്ട് കൈ കൊണ്ട്. എനിക്ക് ഈ കൈക്ക് ഒരു ഗ്ലാസ് ചായ വെള്ളം ഇത്രയും പൊന്തി വരുമ്പോഴത്തേനും വിറച്ച് പാത്രമൊക്കെ ചില സമയത്ത് വേദന വരുമ്പോൾ നോക്കി. ഈ സഹോദരിയുടെ ഷേപ്പ് തന്നെ ഇങ്ങനെയായിരുന്നു. ആ ഷേപ്പിനെ കർത്താവ് പരിശുദ്ധാത്മാവ് തൊട്ട് നേരെയാക്കി. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവെ, ഈ സഹോദരിക്ക് വേണ്ടി ചെയ്ത ആ വീട്ടിൽ അങ്ങ് ചെയ്ത വിവിധ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഇന്ന് കർത്താവെ, ആവശ്യങ്ങളുമായി കൈകൾ ഉയർത്തിയിരിക്കുന്നവരെ സ്വർഗത്തിലെ കൈ ഇപ്പോൾ നീട്ടി ആ കൈകളെ തൊട്ട് അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ശരീരത്തിൽ എവിടെയെങ്കിലും ആഘാതമേറ്റവർ ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ, അവർ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവെ, ഇവൾക്കും പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്കായി നന്ദി. ഈ സാക്ഷ്യത്തെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി. ജീസസ് നെയ്മ്. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, അങ്ങയുടെ കൈ നീട്ടി ഈ ബ്ലെസ്സിങ് ടുഡേയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. കഴുത്തിൻ്റെ എല്ലുകൾക്ക് തേയ്മാനമുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ചിലർ കോളർ ധരിക്കുന്ന ചിലർ കൂടെ ഉണ്ട് കഴുത്തിന് ചുറ്റും. അതുപോലെ തന്നെ സ്പോണ്ടിലൈറ്റിസ് രോഗമുള്ള വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ്, സന്ധിവാതം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അസ്ഥികൾക്കകത്തുള്ള രോഗങ്ങൾ, ഓസ്റ്റിയോപൊറോസിസ് പൂർണ്ണമായി സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. ക്യാൻസർ ഏത് രീതിയിലായാലും പൂർണ്ണ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഫൈബ്രോയിഡുകൾ, യൂട്രസിനകത്തുള്ള മുഴകൾ, ഇതെല്ലാം സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. കിഡ്നികളിലെ തകരാറുകൾ സൗഖ്യമാകട്ടെ. വളരെ മേജറായിട്ടുള്ള ചില രോഗങ്ങൾ പൂർണ്ണമായ സൗഖ്യം കർത്താവെ. ഇനി ആയുസ് അധികമില്ല എന്ന് ചിന്തിക്കുന്ന പോലെ പൂർണ്ണമായ വിടുതൽ കർത്താവ് കൊടുക്കുക. അപ്പോൾ തന്നെ നിരാശാജനകമായ ചില അനുഭവങ്ങളിലൂടെ പോയി ജീവിക്കണ്ട എന്ന് തോന്നുന്ന പലരും പൂർണ്ണമായ വിടുതൽ കർത്താവെ നീ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. അതുപോലെ യൂറിനിലൂടെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അതിനാൽ നിങ്ങൾ ഭയങ്കരമായി
പ്രയാസപ്പെട്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് നിൽക്കട്ടെ, പൂർണ്ണമായും സൗഖ്യമാകട്ടെ. കിഡ്നി സ്റ്റോണുകൾ പുറത്തു പോട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, ആ വിടുതലുകൾക്കായി നന്ദി പറയുന്നു. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അത്ഭുതകരമായ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. ഈ സമയത്ത് നിങ്ങളുടെ പ്രയാസമോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ച് ആ വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ കർത്താവെ നീ കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു. വിടുതലുകൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഓരോ വിഷയത്തിലും കർത്താവ് നിൻ്റെ അത്ഭുതകരമായ വിടുതൽ അവർ അനുഭവിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നും നാളെയും മറ്റന്നാളും ടെക്സസിലെ ഹ്യൂസ്റ്റണിൽ ഫെസ്റ്റിവൽ ഓഫ് ബ്ലെസ്സിങ് നടക്കുന്നു. ടെക്സസിലും അതുപോലെ ചുറ്റുമുള്ള സ്റ്റേറ്റുകളിലുമുള്ളവർക്ക് വന്നു ചേരാവുന്ന എല്ലാവരും വന്നു ചേരണം. കർത്താവ് ഒത്തിരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എത്തിച്ചേരാൻ കഴിയാത്തവർ ദയവായി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസ് എന്നുള്ള പുസ്തകങ്ങളും CD-കളും ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. മാത്രമല്ല തപാൽ മാർഗം ആവശ്യമുള്ളവർക്ക് അത് ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ ഞായറാഴ്ചയും നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും നടക്കുന്ന പ്രത്യേകമായ മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തൊട്ടടുത്തുള്ള ബ്ലെസ്സിങ് സെൻറ്റർ ഏത് എന്ന് സ്ക്രീൻ നമ്പറിൽ വിളിച്ച് ചോദിച്ച് വന്ന് അനുഗ്രഹം പ്രാപിക്കുക. ഗോഡ് ബ്ലെസ് യു. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ വീണ്ടും കാണാം. ബൈ. Brother Damien ministering in USA. Festival of Blessings, Houston. July 15th, Friday, 7 p.m. July 16th, Saturday, 7 p.m. July 17th, Sunday, 10:30 a.m. International Bible Church, 12955 Stafford Road, Stafford, Texas, 77477, USA. New York Blessing Festival, July 23rd, Saturday, 6 p.m. Tyson Center, 26 North Tyson Avenue, Floral Park, New York, 11001.